ക്രൂരമായി കൊല ചെയ്യപ്പെട്ട 4 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ ഇപ്പോഴും ആലുവയിൽ തന്നെയുണ്ട്. അതിഥിതൊഴിലാളികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ കേരളം അവരെ ചേർത്ത് പിടിക്കുന്നതാണ് ആദ്യ ദിവസങ്ങളിൽ കണ്ടത്. എന്നാൽ അടച്ചുറപ്പുള്ള വീട് എന്ന ആവശ്യം ഇപ്പോഴും ബാക്കിയാണ്. ഏറെ പ്രതീക്ഷയോടെ കേരളത്തിൽ ജീവിക്കാനെത്തിയവർ, സുരക്ഷിതമായ ഒരിടം, മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം, ഇതൊക്കെയായിരുന്നു മാതാപിതാക്കളുടെ സ്വപ്നം. പക്ഷേ ആ മാതാപിതാക്കളെ കാത്തിരുന്നത് കൊടും ക്രൂരതയ്ക്കിരയായ തന്റെ മകളുടെ മരണവാർത്തയായിരുന്നു. ആ കൊടും ക്രൂരത ചെയ്തവർക്കെതിരെ പോരാട്ടം തുടർന്നു. കുറ്റവാളിയെ തൂക്കുകയർ വരെ എത്തിച്ചു. എന്നാൽ നീതിക്കായി കാത്തിരിക്കുകയാണ് ഉള്ളുപൊള്ളുന്ന വേദനയോടെ ഈ അമ്മ. जब तक नहीं मर जाएगा तब तक आत्मा को शांति नहीं मिलेगा। हम लोग बाहर जाने के लिए भी मुश्किल है अभी। मेरा बच्चा को इंसाफ भी नहीं मिला। इंसाफ चाहिए और कुछ नहीं चाहिए मेरे को। ആ മകളുടെ കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളും ഇന്നും ഈ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തന്റെ മകളുടെ ചേതനയേറ്റ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഈ മണ്ണ് വിട്ട് എങ്ങോട്ട് പോകണമെന്ന് മാതാപിതാക്കൾ ചോദിക്കുന്നു. ഇന്നും ആ ഓർമ്മകളിലേക്ക് മടങ്ങുമ്പോൾ ഈ മാതാപിതാക്കളുടെ ഉള്ളുലയും കണ്ണു നിറയും. अभी आपसे बात कर रहे हैं तो ये मेरा हाथ का देखिए, जो 3 बार मेरा ऐसा हाल है, तो उस चीज़ को हम भूल नहीं पाते हैं। हमारे साथ से गया है, उस दिन से हम नाइट में सो भी नहीं पाते हैं। हम ज़्यादा से ज़्यादा 1 घंटा 2 घंटा सुबह मॉर्निंग में ही सो पाते हैं। सुबह 5 बजे से 6-7 बजे तक मैं सो पाता हूँ, नहीं तो पूरा नाइट नहीं सो पाता हूँ। വാഗ്ദാനങ്ങളുമായി നിരവധി പേരാണ് എത്തിയത്. പക്ഷേ ആളൊഴിഞ്ഞതോടെ വാഗ്ദാനങ്ങളെല്ലാം പാടായി. ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥികളെ കാണണമെന്നാണ് സർക്കാർ നയം. ഇന്ന് സർക്കാരിന്റെ കനിവ് തേടി കാത്തിരിക്കുകയാണ് ഈ അതിഥി തൊഴിലാളിയും കുഞ്ഞുമക്കളെ മാറോട് ചേർത്ത് ഒരമ്മയും. ഉപജീവനത്തിനായി നമ്മുടെ നാട്ടിലെത്തി കേരളത്തിന്റെ നോവായി മാറിയതാണ് ആലുവയിലെ 5 വയസ്സുകാരി. വീട് വിട്ടിറങ്ങേണ്ടി വന്നാൽ തിരികെ ജന്മനാട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ആലുവയിലെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. വിഷ്ണു കച്ചേരിക്കൊപ്പം നിതിൻ അംബുജൻ, 24.